നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മമതാ ബാനർജി വീണ്ടും കോട്ടിട്ട് കോടതിയിലെത്തി. പക്ഷേ കോടതി എടുത്തുടുത്തു എന്നാണ് കേട്ടത്. കൊൽക്കത്ത ഹൈക്കോടതിയിൽ മമതയെ അടിമുടി നാണം കെടുത്തിയാണ് തിരിച്ചയച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം പോസ്റ്റ് പോൾ വയലൻസിൻ്റെ കേസുമായി ആണ് അവർ കോടതിയിലെത്തുന്നത്. ഈ പോസ്റ്റ് പോൾ വയലൻസ് ഏറ്റവും അധികം നടത്തിയത് TMC ആയിരുന്നു. TMCക്ക് മമതയുടെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, 2021 വലിയ കലാപങ്ങളാണ് TMC നടത്തിയത്. ഇപ്പോഴത്തെ കലാപങ്ങൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം CRPFൻ്റെ കനത്ത സുരക്ഷയും കീഴിലാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന് ശേഷം അജയ്പാൽ ശർമ്മയെ പോലുള്ള കരുത്തനായ ഉദ്യോഗസ്ഥൻ്റെ ഒക്കെ സുരക്ഷയും കീഴിലായിരുന്നു ബംഗാൾ നിലനിന്നത്. അങ്ങനെ ഇവർക്ക് കാര്യമായ രീതിയിൽ TMCയുടെ ഗുണ്ടകൾക്ക് കാര്യമായ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. പക്ഷേ RG കൗർ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അമ്മയ്ക്ക് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുകയുണ്ടായി. സീറ്റ് നൽകിയ ആ അമ്മ വിജയിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ പോയി, അതായത് മകൾ മരിച്ച ആ അമ്മയുടെ വീട്ടിൻ്റെ മുന്നിൽ പോയി പോലും ഈ ബോംബ് സ്ഫോടനം നടത്തുവാൻ വേണ്ടിയിട്ട് TMC ഗുണ്ടകൾ തയ്യാറായി എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സദാ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ചന്ദ്രനാഥ് കൊല്ലപ്പെട്ടത്. ചന്ദ്രനാഥ് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും കരുത്തനായ ബംഗാളിലെ നേതാവാണ്. സുവേന്ദു അധികാരിയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റാണ്. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനാണ്. വളരെ കരുത്തനായ വ്യക്തിത്വമാണ്. ഭവാനിപൂർ മണ്ഡലത്തിൽ BJPയുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റിന് ചുക്കാൻ പിടിച്ചത് ചന്ദ്രനാഥായിരുന്നു. ചന്ദ്രനാഥിനെ വധിക്കുക എന്നത് TMCയുടെ വലിയ ലക്ഷ്യമായിരുന്നു. ഇതിന് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര പിന്തുണ പോലും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രതികൾ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ്. മമതയുടെ ശക്തമായ പിന്തുണയും ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണമെങ്കിൽ സത്യം പുറത്തു വരികയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള പോസ്റ്റ് പോൾ വയലൻസിനായിരുന്നു TMC ആസൂത്രണം ചെയ്തെങ്കിലും അതൊന്നും നടപ്പിലാകാതെ പോയി. 2021 ഇങ്ങനെയായിരുന്നില്ല രംഗം. 2021 29 കൊലപാതകങ്ങളാണ് കണക്കിൽ മാത്രമായി രേഖപ്പെടുത്തിയത്. അതായത് ഔദ്യോഗിക കണക്ക്, യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ വലുതാണ്. 12 പീഡനങ്ങളാണ്, സ്ത്രീ പീഡനങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ 564ഓളം തീവയ്പ് കേസുകൾ, എണ്ണമറ്റ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ 2021 ഉണ്ടായിരുന്നു. കേവലം 20% അതിൽ താഴെ മാത്രമാണ് കേസുകൾ മാത്രമേ പോലീസിൻ്റെയും കോടതിയുടെയൊക്കെ മുന്നിൽ എത്തിപ്പെട്ടുള്ളൂ. അങ്ങനെ ഇപ്പോഴും അതിനെപ്പറ്റിയിട്ടുള്ള വ്യക്തമായ ധാരണയില്ല. കഴിഞ്ഞ 15 വർഷക്കാലത്തും എന്തൊക്കെയാണ് അവിടെ നടന്നത്, എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്നതിനെപ്പറ്റി, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു കണക്കുമില്ല. ഇതിനൊക്കെ വലിയ പിന്തുണ കൊടുത്തുകൊണ്ടാണ് TMCയും മമതാ ബാനർജിയും അവിടുത്തെ ഹിന്ദുക്കളെ നശിപ്പിക്കുകയും ഹിന്ദുക്കൾക്കെതിരെ കടുത്ത രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയത്. സുവേന്ദു അധികാരി അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിനുശേഷം BJPയിലേക്ക് മാറുകയും അതിനുശേഷവും വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, മമതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ഭീകരവാദികളുടെ കനത്ത സുരക്ഷയും കനത്ത പിന്തുണയോടുകൂടിയാണ് മമത ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയതും. ആ ഭീകരവാദികൾക്ക് മമതയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറി വരുന്ന ഈ ഭീകരവാദികളെ ഹിന്ദുക്കളെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ തന്നെ പറയുകയുണ്ടായി. ഈ സന്ദേശ് ഖലീലൊക്കെ ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള ആൾക്കാർ, ഷെയ്ഖ് ഷാജഹാൻ തന്നെ സ്റ്റേജിൽ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനൊരു ബംഗ്ലാദേശിയാണ്, ഹിന്ദു സ്ത്രീകളെ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗം നടത്തിയിട്ട് പോലും അയാളെ ഒന്ന് തൊട്ടു നോക്കുവാൻ പോലും മമത തയ്യാറായില്ല. പിന്നീട് ഇയാൾ സന്ദേശ് ഖലീലൊക്കെ നടത്തിയ നിരന്തരമായ സ്ത്രീ പീഡനങ്ങൾ അത് വലിയൊരു പ്രക്ഷോഭമായി മാറുകയും ആ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇനി അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലും TMCക്കാർ ഇയാൾക്ക് വലിയ സുരക്ഷയാണ്, വലിയ പിന്തുണയാണ് നൽകിയത്. അതായത് ഇയാൾക്കെതിരെ സാക്ഷി പറഞ്ഞ ആൾക്കാരിൽ ഒരാളെ കൊല്ലുവാൻ പോലും TMC തയ്യാറായി. രണ്ടുപേരെയും കൊല്ലുവാനാണ് തയ്യാറായത്. പക്ഷേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്, അച്ഛൻ മാത്രമാണ് രക്ഷപ്പെട്ടത്, മകൻ മരണപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ രീതിയിൽ കനത്ത രീതിയിലുള്ള ഇപ്പോൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് സമയങ്ങളിലൊക്കെയും TMC നടത്തിയ പ്രവർത്തനങ്ങൾ, അവർ നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനോ അതിനെ നോക്കി നിൽക്കുവാനോ സാധിക്കില്ല. അത്രമാത്രം
ക്രൂരമായ ആക്രമണങ്ങളാണ് അവർ നിരന്തരം നടത്തിക്കൊണ്ടേയിരുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയായിരുന്നു TMCയുടെ ഗുണ്ടകൾ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നത്. നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തിരുന്നത്. അവർക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ നുഴഞ്ഞു കയറി വളരെ തുച്ഛമായ തുക കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തി കൊടുക്കും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസത്തിനകം തന്നെ തിരഞ്ഞെടുപ്പ് രേഖകളും തിരിച്ചറിയൽ കാർഡും ഒക്കെ ലഭിക്കും. പിന്നീട് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ അംഗമാകും. അങ്ങനെ വളരെ വലിയ സുരക്ഷയും കീഴിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെ അവരെ ഉപയോഗിച്ചുകൊണ്ട് മമത നിരന്തരം അധികാരത്തിൽ എത്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതൊന്നും എല്ലാം ശാശ്വതമല്ല എന്ന് മമത മനസ്സിലാക്കിയില്ല. മമത അധികാരത്തിൽ കയറുന്നത് തന്നെ 2007 നന്ദിഗ്രാം കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ്. നന്ദിഗ്രാമിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. CPMൻ്റെ കേഡർമാർ പോലീസിനൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ സാധാരണ കർഷകന്മാർക്ക് നേരെയുള്ള ആക്രമണം നടത്തി. പക്ഷേ അത് CPM കേഡർമാർ മാത്രമായിരുന്നില്ല, മമതയുടെ ഭീകരവാദ കക്ഷികളും അതിന് പിന്നിലുണ്ടായിരുന്നു. ജമാഅത്തെ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന JMB എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിന് അവർക്ക് വളരെ വ്യക്തമായ പങ്കുണ്ട്. മമതയ്ക്ക് ഇവരുമായി അടുത്ത ചങ്ങാത്തമാണ്. ലഷ്കർ-ഇ തോയ്ബയുമായിട്ടൊക്കെ ഇവർക്ക് വളരെ അടുത്ത കണക്ഷനാണ് ഈ JMBക്ക് ഉള്ളത്. മമതയ്ക്ക് ഇവരുമായിട്ടൊക്കെ വലിയ അടുത്ത ചങ്ങാത്തവും സൗഹൃദവുമാണ്. അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം നിന്നുകൊണ്ട് മമത വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് പിന്നീട് നടപ്പിലാക്കിയത്. 2011 CPMൻ്റെ പല കേഡർമാരും മമതയ്ക്ക് അടുത്തേക്ക് പോയി. അവരെ ഉപയോഗിച്ചുകൊണ്ട് മമത വീണ്ടും ആക്രമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഈ രീതിയിലായിരുന്നു ബംഗാളിനെ ഒരു ചോരക്കളമാക്കിക്കൊണ്ട് എല്ലാ കാലത്തും തൻ്റെ കാൽച്ചുവട്ടിൽ നിർത്താം എന്ന് മമത വിചാരിച്ചു. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. മമത ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാമനവമി നടത്തുവാൻ പറ്റില്ല, ദുർഗാപൂജ നടത്തുവാൻ പറ്റില്ല, ഇങ്ങനെ പലതരത്തിലുള്ള ആഘോഷങ്ങൾക്കും അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഉത്സവങ്ങൾക്ക് നേരെ മമത നടത്തിയ തിട്ടൂരങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ പോലും കഴിയില്ല. ഏറ്റവും അവസാനം മമതയുടെ ഒരു വലിയ ആയുധമുണ്ടായിരുന്നു. ആ ആയുധമെന്ന് പറയുന്നത് മമത പറഞ്ഞു, ഇൻഷാ അല്ലാഹ് TMCക്ക് വോട്ട് നൽകിയില്ലെങ്കിൽ ആക്രമിക്കപ്പെടും. അതിൽ പോലും ഭയന്ന് പിന്മാറാതെ അവിടുത്തെ ഹൈന്ദവ ജനത ഒന്നടങ്കം BJPക്ക് വോട്ട് നൽകിയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ഇസ്ലാമികർ 34% ഇസ്ലാം വോട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും BJP അവിടെ വിജയിക്കുവാൻ കാരണം മമതയുടെ ഈ വലിയ രീതിയിലുള്ള അക്രമത്തിലും രക്തരൂക്ഷിതമായിട്ടുള്ള പോരാട്ടങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ വികസനമില്ലാത്ത, മനുഷ്യരെ കൊന്നു തള്ളുന്ന ഈ ഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ബംഗാളിന് മോചനം നേടണം എന്നതുകൊണ്ടാണ് അത്ര വലിയ ശക്തമായ ഒരു മാൻഡേറ്റ്, അത്ര വലിയ ശക്തമായ രീതിയിലൊരു പിന്തുണ BJPക്ക് അവിടെ കിട്ടിയത്, NDAക്ക് അവിടെ കിട്ടിയത്. ഇപ്പോൾ ഇതാ വീണ്ടും അടുത്ത റിപ്പോർട്ട് വന്നിരിക്കുന്നു. മമതയുടെ പകുതിയിലേറെ MLAമാരും BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന തരത്തിൽ BJP അവർക്ക് അഭയം കൊടുക്കുവാൻ പോകുന്നു. അങ്ങനെ തെറ്റിപ്പിരിയുകയാണ്. മമതയുടെ TMC തെറ്റിപ്പിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അഭിഷേക് ബാനർജി ഒരു തട്ടിലായിരിക്കുന്നു, മമത മറ്റൊരു തട്ടിലായിരിക്കുന്നു. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. TMC ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധിക നാളൊന്നും ബംഗാളിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അത് രാജ്യത്തിൻ്റെ പല ഭാഗത്തേയും എല്ലാ പാർട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അവർ നടത്തുന്ന ദുഷ്ചെയ്തികൾ വെച്ചുകൊണ്ട് ഇനി ഭാരതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല, കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികൾക്കും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബംഗാളിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ തിരുപ്പറംകുണ്ട്ര ഉൾപ്പെടെയുള്ള ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത വെല്ലുവിളി ഉയർത്തിയ സ്റ്റാലിൻ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിരുന്നാൽ മതി എന്ന് ഇപ്പോഴും ഉദയനിധി സ്റ്റാലിൻ ഉന്മൂലനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ ഇനി അവർ തമിഴ്നാട്ടിൽ കച്ചിയിൽ തൊടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അവരെയും ജനങ്ങൾ പടിയടച്ച് പിണ്ടം വച്ചു. ഇനിയുള്ളത് കുറച്ച് ചില ആൾക്കാർ മാത്രമാണ്, രാഹുൽ ഗാന്ധിയുടെ കുറച്ച് ഇന്ത്യ സഖ്യങ്ങൾ മാത്രമാണ്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ തെലങ്കാനയിലേക്ക് പോകുമ്പോൾ തെലങ്കാനയിൽ നിന്നും രേവന്ത് റെഡ്ഡിയും ഉടൻ തന്നെ BJP പാളയത്തിലേക്ക് എത്തും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തു വച്ചിട്ടുണ്ട്. കാരണം രേവന്ത് റെഡ്ഡി ഒരു വളരെയധികം ധാർമ്മികമായി മുന്നോട്ട് പോകുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് കോൺഗ്രസ്സിൽ അധിക നാളൊന്നും പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. മമത എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു അന്ത്യമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ഏത് കോട്ടിട്ട് കോടതിയിൽ പോയാലും കോടതി മമതയെ അംഗീകരിക്കുവാനേ പോകുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.